ദീപങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്ന ചടങ്ങാണ് ദീപാരാധന. ഈ സമയത്ത് ഭക്തർ നാമജപം ചെയ്യുന്നത് ഉത്തമമാണ്. നട തുറക്കുമ്പോൾ ക്ഷേത്രാന്തരീക്ഷം കൈമണിയാലും മന്ത്രജപത്താലും മുഖരിതമായിരിക്കും. ഭക്തിയുടെയും ആനന്ദത്തിന്റെയും പരമകോടിയിലെത്തുന്ന ഒരു അനുഭൂതിയാണ് ഇത് നമുക്ക് നൽകുന്നത്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചകളിലേക്ക്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അതിപുരാതനമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തിരുമല ത്രിചക്രപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. 5400 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ്. മഹാഭാരതത്തിലെ അവരുടെ വനവാസ കാലത്ത് ഒരു ദിവസം ഇവിടെ പഞ്ചപാണ്ഡവർ ഇവിടെ ഒരു ദിവസം തങ്ങിയെന്നും പാഞ്ചാലി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം പാഞ്ചാലിയും ഭീമസേനും ചേർന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. ആനന്ദലോല കൃഷ്ണ എൻ്റെ ശ്രീനന്ദ ബാലകൃഷ്ണ. നമുക്കറിയാം, അവർ ഉപയോഗിച്ചിരുന്ന തീർത്ഥജലം നമ്മുടെ ഭഗവാന്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഇന്നും അത് പവിത്രമായി നമ്മൾ സൂക്ഷിച്ചു പോരും. അവർ പാകം ചെയ്തു എന്ന് പറയുന്ന അടുപ്പ് കൂട്ടിയ സ്ഥലം ഇന്ന് നമ്മുടെ കിഴക്ക് ഭാഗത്തായിട്ട് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ വലിയൊരു പാറ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു പതാക വച്ചിട്ടുണ്ട്. അത് മണിപ്പാറ എന്നാണ് അതിന് പറയുന്നത്. കാരണം അതിൻ്റെ മുകളിൽ ആ പാറയിൽ കൊട്ടിക്കഴിഞ്ഞാൽ മണിശബ്ദം കേൾക്കും. അതുകൊണ്ട് മണിപ്പാറ എന്നാണ് അതിന് പറയുന്നത്. നീലാംബുജാക്ഷ കൃഷ്ണ എന്നും നീ തന്നെ രക്ഷ കൃഷ്ണ. സന്ധ്യാസമീരനാം സൗഭാഗ്യദായക വസുദേവദേവ കൃഷ്ണ എൻ്റെ വനമാലിയായ കൃഷ്ണ. നമുക്കറിയാം, ഭാരതത്തിലെ ഒരു സ്ത്രീ പ്രതിഷ്ഠിച്ച ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, നമ്മുടെ ക്ഷേത്രമാണ്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ ഇവിടെ വന്ന് അവരുടെ ദുഃഖങ്ങൾ ഭഗവാന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി നടപ്പാവുന്നു എന്ന് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സാധാരണ രീതിയിൽ കുട്ടികളില്ലാത്തവർ ഇവിടെ വന്നിട്ട് സന്താന ഗോപാലാർച്ചന 21 ദിവസം നേർന്ന് അത് കഴിഞ്ഞിട്ട് അവർക്ക് കുട്ടികളുണ്ടായ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അത് അവർ തിരിച്ചു വന്നിട്ട് വീണ്ടും വലിയ വലിയ പൂജകൾ അവരും ചെയ്യുന്നുണ്ട്. അതുപോലെ കല്യാണമാവാത്ത പെൺകുട്ടികൾ അവരൊന്ന് സ്വയംവരാർച്ചന നടത്താറുണ്ട്. വനവേണുവിൽ നാഥനാമക്രിയ ദിനരാത്ര നടനത്തിൽ രവിചന്ദ്രിക. ഇവിടുത്തെ ആദ്യമായി ക്ഷേത്ര പുനരുദ്ധാരണം ചെയ്യുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. അതേപോലെ നമുക്കറിയാം, പത്മനാഭസ്വാമി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒറ്റക്കൽ മണ്ഡപം. നമുക്കറിയാം, നമ്മുടെ കൊട്ടാരത്തിലെ രാജാക്കന്മാർ അവരുടെ തലമുറകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ഒറ്റക്കൽ മണ്ഡപത്തിൽ വെച്ചാണ്. ആ ഒറ്റക്കൽ മണ്ഡപം നമ്മുടെ കിഴക്ക് ഭാഗത്തുള്ള ഈ പാറയിൽ നിന്നാണ്, ഇവിടെ നിന്നാണ് ഒറ്റക്കൽ മണ്ഡപത്തിന് വേണ്ടി നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത്. ആനന്ദം ആ ജന്മ കൃഷ്ണാർച്ചനം എന്നിലുണരുന്ന ഷക്കാല ഹൃസ്പന്ദനം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗവാതിൽ ഏകാദശി ശ്രീരംഗം കഴിഞ്ഞാൽ ഇവിടെ മാത്രമാണ് രാത്രി ഉറക്കമിളച്ച് ഇത് ആഘോഷിക്കുന്നത്. രാത്രി 400ഓളം പേര് എല്ലാ മേഖലകളിൽ നിന്നും വന്ന് രാത്രി ഉറക്കമിഴിഞ്ഞ് ഈ ഏകാദശി വ്രതം എടുക്കാറുണ്ട് എല്ലാ വർഷവും. ഗോവിന്ദ ഗോപനം വേദാന്ത വല്ലഭ ഗുരുവായൂർ കുഞ്ഞു കൃഷ്ണ എൻ്റെ ഗുരുവായ ഗാന കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൂടുതൽ സന്ധ്യാദീപ കാഴ്ചകളുമായി നാളെ വൈകുന്നേരം 6:30 ഏവർക്കും വന്ദനം.